ഹായ് ഫ്രണ്ട്സ്, തെരുവുനായ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ ദിവസം. അതിന് കുറേ രാഷ്ട്രീയ സ്നേഹികളും മൃഗവിരോധികളും പാർട്ടി സ്നേഹികളും BJP അനുഭാവികളും വന്ന് ഇങ്ങനെ വാതോരാതെ കുരച്ചിട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ നാട്ടിൽ പട്ടിയുണ്ട്. എന്നു തൊട്ടാണ് മനുഷ്യന് പട്ടി കടിക്കുന്ന ഒരു ജന്തു മാത്രമായി മാറിയത്? ലോകം ഉണ്ടായിട്ട് ഇത്രയും കാലം തൊട്ട് ആരംഭം മുതൽ തന്നെ പട്ടി ഈ ലോകത്തുണ്ടായിരുന്നു, ഈ നാട്ടിലുണ്ടായിരുന്നു. അന്നൊന്നും നിങ്ങൾക്കില്ലാത്ത ശല്യം ഇന്ന് എന്തുകൊണ്ടുണ്ടായി? വേസ്റ്റ് എടുക്കാൻ ആൾ വീട്ടിൽ വന്നാൽ വേസ്റ്റ് കൊടുക്കൂല. കാറിലും ബുള്ളറ്റിലും ഒളിച്ചു വെച്ച് കെട്ടുകണക്കിന് കവറിൽ കൊണ്ട് വേസ്റ്റ് റോഡ് തള്ളിയിട്ട് പോകും. പിന്നെ വീട്ടിൽ പട്ടിയൊക്കെ കൊടുക്കേണ്ട എച്ചിലിനെ കെട്ടി റോഡിൽ കൊണ്ട് തള്ളും, കുളത്തിൽ കൊണ്ട് തള്ളും, കടലിൽ കൊണ്ട് തള്ളും. ഒരു ഹൈവേ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിൻ്റെ ഓരങ്ങളിൽ കൊണ്ട് തള്ളും. നിനക്കൊക്കെ നാണം ഇല്ലേ? വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ കാണിക്കുന്ന എന്താണ്? നിങ്ങളൊക്കെ എന്താലോചിച്ചിട്ടാണ് പറയുന്നത്? ഞങ്ങളെപ്പോലുള്ള പട്ടിപ്രേമികളല്ല പട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടത്. പഞ്ചായത്തും ഹെൽത്തുകാർക്കും പട്ടിയെ നോക്കാനാണ് കോടതി നിയമപ്രകാരമായ അനുവാദമുള്ളത്. പട്ടികളെ, രോഗം ബാധിച്ച പട്ടികളായാലും അപകടകാരികളെ പട്ടികളായാലും ഇതൊന്നുമില്ലാത്ത നല്ല പട്ടികളായാലും ഇവർക്കൊക്കെ ഫുഡും മരുന്നും വാക്സിനേഷനും എല്ലാം കൊടുക്കേണ്ടതിൻ്റെ ചുമതല ഇവർക്കാണ്, പഞ്ചായത്തിന് ഹെൽത്തിനുമാണ്. അതിൻ്റെ സർക്കാർ ഫണ്ട് വാങ്ങുന്നത് ഇവരാണ്, അല്ലാതെ എന്നെപ്പോലുള്ള പട്ടിപ്രേമികളല്ല. ഞങ്ങൾ വയറ്റിലേക്ക് കൊടുക്കേണ്ട ആഹാരം പട്ടിക്ക് കൊടുത്ത് നോക്കേണ്ട കടമയൊന്നും ഞങ്ങൾക്കില്ല. ഈ മൃഗവിരോധികളായിട്ടിരുന്ന് കുരയ്ക്കുന്നില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ ഫണ്ടുണ്ട്. ഈ തെരുവ് പട്ടിയേക്ക് കോടിക്കണക്കിന് സർക്കാർ ഫണ്ടുണ്ട്. ഈ ഫണ്ടൊന്നും പട്ടികൾക്ക് ഉപയോഗിക്കുന്നില്ല. പട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നില്ല, സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. പട്ടിയേക്ക് ഷെൽട്ടർ ഉണ്ടാക്കി പട്ടികളെ ഇടേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിന് ഹെൽത്തിനുമാണ്. അവരത് ചെയ്യാതെ ഏതെങ്കിലും ഒരു മൃഗസ്നേഹി ഒരു 5 പട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുമെങ്കിൽ അവിടെ ഇല്ലാത്ത കുറ്റങ്ങളും കണ്ടുപിടിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അതിനെ എടുത്തുകൊണ്ട് പോകുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അതല്ല അവരുടെ ജോലി. നിങ്ങൾ ആദ്യം കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കൂ. പട്ടികൾക്ക് ഫണ്ടുണ്ട്, ഈ ലോകത്ത് സകലതിന് ഫണ്ടുണ്ട്. വനം വകുപ്പിനും വന്യമൃഗങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ പട്ടികൾക്ക് ഫണ്ടുണ്ട്. തെരുവ് പട്ടികൾ ആരും ഇല്ലാത്തവരും ഒന്നും ഇല്ലാത്തവരും അല്ല. അവർക്ക് 92,000 കോടി ഫണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ അവർക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഇവിടുത്തെ അധികാരികൾ, രാഷ്ട്രീയക്കാർ, ഭരണക്കാർ ഇവരെല്ലാം പുട്ടടിച്ച് അല്ലെങ്കിൽ വെട്ടി വിഴുങ്ങി അല്ലെങ്കിൽ കട്ടുമൊട്ടിച്ച് തീർക്കുകയാണ്. നിങ്ങളെ കുട്ടികളെ പട്ടി കടിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പഞ്ചായത്തുകാർ, ഹെൽത്തുകാരുമാണ്. ഞങ്ങളെപ്പോലെ പട്ടിപ്രേമികളല്ല. നീയൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ കിടന്ന് കുരയ്ക്കുന്നത്? സർക്കാരിൻ്റെ ഫണ്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ തയ്യാറാണടാ. നീ 1 അല്ല 100 അല്ല 1000 കൊണ്ടുവന്നാലും ഞങ്ങൾ വളർത്തും. പക്ഷേ അവരുടെ ഫണ്ടും കൂടി ഞങ്ങൾക്ക് തരണം. സർക്കാർ തെരുവ് പട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച ഫണ്ട് പട്ടിപ്രേമിയൊക്കെ കൊടുത്തിട്ട് നീ പറ പട്ടിയെ കൊണ്ടുപോയി നോക്കാൻ. അല്ലാതെ പട്ടിയെ നോക്കാൻ ഞങ്ങളുടെ തലയിൽ കൂടെ വണ്ടിയൊന്നും ഓടുന്നില്ല. എന്നെപ്പോലെ നിന്നെ പോലെയുള്ള എല്ലാവർക്കും അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്തമുണ്ട്. ഓരോ വീട്ടിൽ ഓരോ പട്ടിയെ വളർത്തിയ തെരുവിൽ ഒരു പട്ടിയും കാണൂല്ലല്ലോ. നീയൊക്കെ എത്ര പട്ടി നിൻ്റെ വീട്ടിൽ വളർത്തുന്നു? പട്ടി ഇത്ര വിരോധം എന്താണ് നിനക്കൊക്കെ? നിന്നെയൊക്കെ കയ്യിൽ എന്തുകൊണ്ടും സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുണ്ട് അവർക്കൊക്കെ. നീയൊക്കെ മനുഷ്യനായിട്ടാണോ കാണുന്നത്? ജാതിയുടെയും പാർട്ടിയുടെയും മതത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന നിനക്കൊക്കെ എന്ത് ന്യായമാണുള്ളത് പറയാൻ? ഈ ഈ ഈ പഞ്ചായത്ത്, ഈ കോർപ്പറേഷനായാലും പഞ്ചായത്തായാലും ഈ പട്ടിയുടെ ഫണ്ട് അവരെ കയ്യിലാണ് വരുന്നത്. അവരത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? പട്ടിയൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നൊന്ന് ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. പട്ടിയെ ഷെൽട്ടർ കെട്ടി വളർത്തി അവർക്ക് മരുന്നും ആഹാരവും വാക്സിനേഷൻ കൊടുക്കുകയാണ് കോർപ്പറേഷൻ്റെ ജോലി, അല്ലാതെ പിടിച്ചുകൊണ്ട് കൊല്ലുകയല്ല അവരുടെ ജോലി. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. നീയൊക്കെ എന്തിനാണ് നിയമത്തെ വളച്ചൊടിക്കുന്നത്? തെരുവിൽ കിടക്കുന്ന പട്ടികളെ പിടിച്ച് കൊല്ലാൻ സുപ്രീം കോടതി എന്നാണ് ഉത്തരവിട്ടത്? നീ ആ ഉത്തരവൊന്ന് പറയൂ. ഏത് സെക്ഷനിൽ എന്നാണ് പറഞ്ഞത്? ഏത് ഡേറ്റിലാണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്? നീയൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ത്രീ വീഡിയോ എടുത്തപ്പോൾ രാജേഷ് മുണ്ടുപൊക്കി ഓടിയെന്തിനാണ്? രാജേഷിനെ കോടതി അങ്ങനെ ഒരു അധികാരം കൊടുത്തുവെങ്കിൽ രാജേഷ് എന്തിനാണ് അങ്ങനെ ഒരു സ്ത്രീ വീഡിയോ എടുത്തപ്പോൾ ഓടിയ വീഡിയോ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഒരു സർക്കാരിൻ്റെ പേപ്പറുള്ള ഒരാൾ എന്തിനാണ് അങ്ങനെ ഓടിയത് തെറിയും വിളിച്ചുകൊണ്ട്? നിനക്കൊക്കെ ജാതി ഭ്രാന്ത്, മതഭ്രാന്ത്, പട്ടിഭ്രാന്ത്. കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കും, കാര്യം അറിഞ്ഞിട്ട്. ഞങ്ങളെപ്പോലുള്ള പട്ടിപ്രേമികൾ ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ ഇത്രയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. ഓരോ പട്ടിപ്രേമികളുടെ വീട്ടിൽ 10, 20, 100, 50 പട്ടികൾ അവർ പട്ടിണിയാണെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. അതിനെ കൂടെ ഞങ്ങളങ്ങ് തെരുവിലിറക്കി വിട്ടാൽ നീയൊക്കെ എന്ത് ചെയ്യും? എന്നിട്ട് കൊണ്ടുപോയി വളർത്ത്, നോക്ക്, കൊടുക്ക്, തിന്നാൻ കൊടുക്ക്.
ഇതൊക്കെ പറയാൻ നിനക്കൊക്കെ എന്തർഹത? നീയൊക്കെ ഒരു പട്ടിയെങ്കിലും പോറ്റിയിട്ടാണോ? അല്ലെങ്കിൽ വിശക്കുന്ന ഒരു കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുമോ? കണ്ടവൻ്റെ അയൽവക്കത്തെ എൻ്റെ അതിര് തോണ്ടിയും മണ്ണ് മാന്തിയും പിന്നെ ബംഗ്ലാവ് വയ്ക്കാൻ മറ്റുള്ളവനെ ദ്രോഹിച്ചും ഒരല്പം നടക്കാൻ ഒരുത്തന് വണ്ടി കൊണ്ടുപോകാൻ നീയൊക്കെ ഒരു വഴി കൊടുക്കുമോ? ആരെങ്കിലും ചോദിച്ചാൽ നീയൊക്കെ മതിലും കെട്ടിപ്പൂട്ടി വെച്ചിരിക്കൂലേ? ഒരു പാവപ്പെട്ടവൻ നടക്കാൻ ഒരു വഴി ചോദിച്ചാൽ നീയൊക്കെ കൊടുക്കുമോ? ഒരു കുഞ്ഞ് വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുമോ? നിങ്ങളൊക്കെ വലിയ മനുഷ്യസ്നേഹികളല്ലേ? എന്നിട്ട് മനുഷ്യന് വേണ്ടി നീയൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഈ കുരയ്ക്കുന്നത്? അല്ലെങ്കിൽ പട്ടി കടിച്ച കുട്ടിക്ക് വേണ്ടി നീയൊക്കെ എന്ത് ചെയ്തിട്ടാണ്? റോഡിലൊരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ വണ്ടി ഇടിച്ച് കിടന്നാൽ നീയൊക്കെ കാണാതെ തലയും തിരിച്ച് വണ്ടി ഓട്ടിച്ച് പോകുന്ന ആളുകളൊക്കെ അല്ലേ ഈ ഇരുന്ന് മനുഷ്യസ്നേഹം വിളമ്പണത്? ഞങ്ങൾക്ക് പട്ടിയോട് മാത്രമല്ല സ്നേഹം, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഈ ഭൂമിയിലുള്ള സകലരെയും ഞങ്ങൾക്ക് സ്നേഹിക്കാനും അറിയാം, അവരെ സഹായിക്കാനും അറിയാം. ഞങ്ങൾ അങ്ങനെ ഇന്നുവരെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നിന്നെയൊക്കെ പോലെ തരം തിരിവച്ച് സ്വന്തം ജാതിക്കാരെയും സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം മതത്തിനെയും നോക്കി സ്നേഹിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെപ്പോലെ കുറേ നല്ല മനസ്സുള്ള മനസാക്ഷിയുള്ള മൃഗസ്നേഹികൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഈ നാട് വലിയ ആപത്തില്ലാതെ ഇങ്ങനെ പോകുന്നത്. നിന്നെയൊക്കെ പോലെയുള്ള ഈ ക്രിമിനൽ സ്വഭാവം നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണോ എന്നറിയില്ല. ഈ പട്ടി പ്രേമിച്ചികളെന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നു. ഞങ്ങളാരുമല്ല പട്ടിയെ പ്രസവിച്ചത്. ഇതൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചത്. നിനക്കൊക്കെ ദൈവം എന്ന് പറയുന്ന ഒരാളെ നീയൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ ആ ദൈവത്തോട് ചോദിക്കൂ, എന്തിനാണ് ഈ ഭൂമി പട്ടിയെ സൃഷ്ടിച്ചതെന്ന്. ദൈവം തരും നിനക്കൊക്കെ ഉള്ള മറുപടി, അല്ല ഞങ്ങളല്ല തരേണ്ടത്. എന്തിനാണ് 3 നേരം നീയൊക്കെ നിസ്കരിക്കുന്നത്, വായിക്കൊള്ളാത്ത ഭാഷകൾ പറയുന്നത്? എന്തിനാണ് നീയൊക്കെ അമ്പലത്തിൽ പോകുന്നത്? ഒരു 16 കുറി ഇട്ടിട്ട് ഒരു പെണ്ണിനെ ഇതുമാത്രം ഭാഷകൾ പറയാൻ, എന്നിട്ട് തിരിച്ച് ഞങ്ങൾ തരുന്ന മറുപടി മാത്രം നിങ്ങൾക്ക് നൊന്തു പോകുന്നു അല്ലേ? നിങ്ങൾക്കൊരാളെ എന്തു വേണോ പറയാം അല്ലേ? ഞങ്ങളെപ്പോലെയുള്ള കുറേ പട്ടി സ്നേഹികൾ ഉള്ളത് കൊണ്ടാണ് ഈ നാട് ഇത്ര ഭംഗിയായിട്ട് പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു മൂക്കും പൊത്തി വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നീയൊക്കെ ജീവിക്കുന്നത്. നിനക്കൊക്കെ കൊറോണ വന്നാൽ പോരാ, ഒരുമിച്ച് ഭൂമി ഒരുമിച്ച് കൊണ്ടുപോകണം നിന്നെയൊക്കെ ദൈവം. നിനക്കൊക്കെ ഈ ഭൂമി ജീവിക്കാൻ പോലും അർഹതയില്ല. ദൈവം ഭൂമിയിൽ ഈ സൃഷ്ടിച്ച മനുഷ്യന്മാരെ അല്ല ആദ്യം സൃഷ്ടിച്ചത്, മൃഗങ്ങളെയാണ് സൃഷ്ടിച്ചത്. അവർക്ക് വേണ്ടിയാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചത്. അവരെ പരിപാലിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം അവസാനമാണ് സൃഷ്ടിച്ചത്. അവസാനം. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടിട്ട് നിനക്കൊക്കെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും അല്ല മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചത്. എത്ര ക്രിസ്ത്യാനികൾ ഇതിൽ വന്ന് ബാഡ് കമൻ്റ് ഇടുന്നു. നീയൊക്കെ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? എത്ര 3 നേരം 5 നേരം കമന്ന് കിടന്ന് തറയിലെ മണ്ണ് നക്കി നിസ്കരിച്ചാൽ പോരാ. എന്താണ് ദൈവം പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൃത്യമായിട്ട് മനുഷ്യനെ മനസ്സിലാക്കി സംസാരിക്കൂ. കുറേ ഒന്നും പറയുന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല, ഒന്നും മനസ്സിലാക്കില്ല. ചുമ്മാ ഇങ്ങനൊരു കമൻ്റ് ഇട്ട് ഒരു തൊഴിലും ഇല്ലാതെ ഇങ്ങനെ എഴുതാൻ കമൻ്റ് ഇടുകയാണ്. അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ കൃത്യമായ വിവരം തരൂ പട്ടികൾക്ക് വേണ്ടിയുള്ള ഫണ്ട്. എത്ര കോടി രൂപയുടെ ഫണ്ടുണ്ട് സർക്കാരിൻ്റെ. ഈ ഫണ്ടുകൾ ഇവിടെ ഉപയോഗിക്കപ്പെടാതെ കെട്ടി കിടക്കുന്നു. അതിനെ പുട്ടടിച്ച് അല്ലെങ്കിൽ കൈയിട്ട് വാരി തീർക്കുന്നു. നിങ്ങളൊക്കെ ആരും അതിനുവേണ്ടി എന്താ സംസാരിക്കാത്തത്? ഈ ഫണ്ട് എവിടെ പോകുന്നു നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? ഈ ഫണ്ടൊക്കെ ഷെൽട്ടർ കെട്ടാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള ഫണ്ടാണ്. ആ പൈസ എടുത്ത് അവർക്ക് വേണ്ടി ചെയ്യട്ടെ. അല്ല ഞങ്ങളുടെ തലയെ കൊണ്ടുവയ്ക്കുന്ന എന്തിന്? നീ കൊണ്ടുപോയി നോക്ക്, നീ നിൻ്റെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ഇതൊക്കെ പറയും. നീയൊക്കെ ആരാടാ? ഞങ്ങൾക്ക് പറയാൻ അർഹതയുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിനെങ്കിലും അന്നം കൊടുക്കുന്നുണ്ട്, ഒന്നിനെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ട്, ഒന്നിനെങ്കിലും ഞങ്ങൾ ദയോടെ നോക്കുന്നുണ്ട്. നിനക്കൊക്കെ ഈ ക്രൂരത സ്വഭാവം, സംസാരത്തിൽ ക്രൂരത, പ്രവൃത്തിയിൽ ക്രൂരത, എല്ലാത്തിലും ക്രൂരത. എന്നിട്ട് നിനക്കൊക്കെ ഇങ്ങനെ നിന്ന് പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? എന്തെങ്കിലും ചെയ്തിട്ട് പറയും. എന്തെങ്കിലും സമൂഹത്തിനൊരു മാതൃക അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരമുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ട് നീയൊക്കെ പറയും. ഞാൻ 10-50 പട്ടികളെ ഞാൻ ഒരേ സമയം നോക്കുന്നവൾ എന്നെ ഇപ്പോഴും നോക്കുന്നവൾ തന്നെ എന്ന് കരുതി ഈ ലോകത്തുള്ള തെരുവട്ടികളെ മൊത്തം നോക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും എൻ്റെ തലയിൽ ആരും വെച്ച് കെട്ടിത്തരണ്ട. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാനും നിന്നെയൊക്കെ പോലെ ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് എൻ്റേതായ കടമകൾ കൃത്യമായും ചെയ്യുന്ന ആൾ തന്നെയാണ്. നിന്നെയൊക്കെ പോലെ വീട്ടിലെ വേസ്റ്റ് മൊത്തം കണ്ടവൻ്റെ വിളയിലും സർക്കാരിൻ്റെ റോഡിലും ഹൈവേയിലും അവിടെ ഇവിടെ രാത്രി വണ്ടി കൊണ്ട് ഒളിച്ചു തള്ളുന്നതല്ല എൻ്റെ ജോലി. ഞാൻ എൻ്റെ കടമയും കർത്തവ്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട്. അല്ലാതെ അയൽക്കാരൻ്റെ അതിരും തോണ്ടി അവന് വഴിയും കൊടുക്കാതെ തമ്മി തല്ലുന്ന നീയൊക്കെ കിടന്ന് എന്താണ്? നിനക്കൊക്കെ ഈ ലോകത്ത് പട്ടി മാത്രമേ ദ്രോഹം ചെയ്യുന്നുള്ളൂ?
32 ആണുങ്ങൾ ഒരു പിഞ്ചു കുഞ്ഞിനെ കയറി നിരങ്ങിയപ്പം നിനക്കൊക്കെ നൊന്തില്ലേ? എത്ര പട്ടി കടിച്ചുള്ള മരണം? നീയൊക്കെ കണക്ക് കൊണ്ടുവാ. ഇവിടെ പുരുഷന്മാർ കൊച്ചു കുട്ടികളെ അമ്മുമ്മമാരെയും ബലാത്സംഗം ചെയ്ത് കൊന്ന കണക്കും എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു പട്ടി എത്ര കുട്ടികളെ കടിച്ചു കൊന്നിട്ടുണ്ടെന്നുള്ള കണക്ക് ചുണയുണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ഇട്ട് വെല്ലുവിളിച്ച എന്നെ എടി പൊടി എന്നൊക്കെ വിളിച്ചാൽ നീയൊക്കെ കൊണ്ടുപോവാ. കൃത്യമായ കണക്ക് കൊണ്ടുപോവാ. നിൻ്റെയൊക്കെ മുമ്പ് ഞാൻ തല കുമ്പിട്ട് സാഷ്ടാംഗ കുമ്പിട്ട് മാപ്പ് ചോദിക്കാം. എത്ര ആണുങ്ങൾ കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നു, എത്ര പട്ടികൾ കുട്ടികളെ കടിച്ചു കൊന്നു. നീയൊക്കെ കണക്ക് കൊണ്ടുപോവാ. കൃത്യമായ കണക്ക് കൊണ്ടുപോവാ. വിവരാവകാശ വഴി പോയി കണക്കെടുത്തിട്ട് നീയൊക്കെ വാ എന്നോട് സംസാരിക്കാൻ. അല്ലാതെ ചുമ്മാ ഒരു ഡാഷും അറിയാതെ ചുമ്മാ ഇങ്ങനെ വന്ന് കിടന്ന് ഒരാളെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുകയല്ല ചെയ്യേണ്ടത്. നിനക്കൊക്കെ കൃത്യമായ തെളിവോടുകൂടെ എന്തെങ്കിലും പറയാൻ അറിയാമെങ്കിൽ വന്നിരുന്ന് കുരയ്ക്ക്. ഓരോരുത്തന്മാർക്ക് മലയാളം പോലും നേരെ ചൊവ്വ എഴുതാൻ അറിയില്ല. വായിച്ചാൽ എന്തെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങ് നീട്ടി പരത്തി സുശീലണ്ണ പോയി ആദ്യം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിക്ക്. എന്നിട്ട് നന്നായിട്ട് മലയാളം എഴുതാൻ പഠിക്ക്. നിങ്ങൾ ഈ രായസം പോലെ അങ്ങ് എഴുതി നീട്ടി വിട്ടില്ലേ, ഇത് എന്തെന്ന് പോലും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മലയാളം പോലും അറിയാതെ കമൻ്റ് അടിക്കാൻ വന്നിരിക്കുന്നു.